ഞാൻ തിരികെ അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇടതുപക്ഷം കുറച്ചും കൂടെ കരുതലോടുകൂടി ഇതിനകത്ത് പ്രതിഷേധങ്ങളും നിലപാടുകളും എടുക്കുന്നു എന്നാണ് വിലയിരുത്താൻ തോന്നുന്നത്. ഒരു പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇന്റേണലി വിഷയങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇടതുപക്ഷം പ്രതികരിക്കാമെന്നുള്ളതാണോ? ഒരു ഗൂഢാലോചനയുണ്ട്, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഒരു വശത്തുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലക്ഷ്യമിടുന്നത് വി ഡി സതീശൻ വരെയുള്ളവരെയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയം ഇതിനകത്തുണ്ട് എന്നുള്ള വിഷയത്തിനുള്ള മറുപടി ഒരു വശത്ത്. ഒപ്പം കോൺഗ്രസ് ആണ് പാർട്ടി, മറ്റ് വനിതാ നേതാക്കന്മാരടക്കം തള്ളിപ്പറയുന്നു രാഹുലിനെ. അത് CPM പോലുള്ള ഒരു പാർട്ടിയിൽ നിന്ന് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും എന്ന് നിരന്തരം ചോദിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ. നിതീഷ് അടക്കം അത് ഉദ്ദേശിക്കുന്നുമുണ്ട്. അതിനുമുള്ള മറുപടി. ഇവിടെ ഏറ്റവും അവസാനം സംസാരിച്ച പ്രിയപ്പെട്ട ജോർജ് പൊടിപ്പാറ ഇരയും വേട്ടക്കാരനെയും അങ്ങോട്ടും ഇങ്ങോട്ടും വച്ചു മാറുന്നതാണ് നാം കണ്ടത്. അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചത് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാജിവെച്ച ശ്രീ ഇദ്ദേഹം നേതാവ് തന്നെയാണ് ഇര എന്ന രൂപത്തിലാണ് ഇവിടെ സൂചിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടിൽ എങ്ങനെയാണ് ഇതിൽ ഇരയാവുന്നത്? ഈ പറഞ്ഞ പരാതിയിലെല്ലാം അദ്ദേഹം വേട്ടക്കാരൻ തന്നെയല്ലേ, ക്രൂരനായിട്ടുള്ള വേട്ടക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് പറയാനെന്ന് പറഞ്ഞ് ഇരയെ വച്ചു മാറുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെ, അദ്ദേഹം തെറ്റിദ്ധരിച്ച് പറഞ്ഞാണോ അതോ മനഃപൂർവ്വം പറഞ്ഞാണോ എന്ന് അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്യണം. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് രണ്ടു കൂട്ടർക്കും അവകാശങ്ങളുണ്ടെന്ന് ഏതെങ്കിലും തരത്തിൽ അല്ല പറഞ്ഞത് അങ്ങനെയാണ്, എല്ലാവർക്കും ബോധ്യപ്പെട്ടത് അങ്ങനെയാണ്. ഏതെങ്കിലും തരത്തിൽ ഇതിൽ പറഞ്ഞ പെൺകുട്ടികളുടെ ക്രെഡിബിലിറ്റിയെ ഒരു തരത്തിലും ഇദ്ദേഹം ചോദ്യം ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടിൽ ചോദ്യം ചെയ്തിട്ടില്ല. ഒരാൾക്കെതിരെയും തിരിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്നോ തെറ്റായിട്ടുള്ള ആരോപണമാണെന്നോ വക്കീൽ നോട്ടീസ് അയക്കുമെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറിച്ച് കൃത്യമായി ഈ ആരോപണങ്ങളൊക്കെ പൊതുമണ്ഡലത്തിൽ തന്നെ നിലനിൽക്കുകയാണ്. കോൺഗ്രസിലെ ഒരു വലിയ കൂട്ടം നേതാക്കന്മാർ രാജിവെക്കണം എന്ന് പറഞ്ഞ് തന്നെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മുടെ മുന്നിലുണ്ട്. ഒറ്റ പ്രശ്നമുള്ളത്, ഇത് ഇരകൾ നിയമപരമായി കേസ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിലുള്ളപ്പോൾ ആരെയാണ് ന്യായീകരിക്കുന്നത്? കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഇന്നും ഇന്നലെയൊക്കെ വന്ന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചില CPM നേതാക്കന്മാരുടെ പേര് പറയുക, എന്നിട്ട് അതില്ലേ ഇതില്ലേ എന്ന് താരതമ്യപ്പെടുത്തുക. ഇപ്പൊ തന്നെ 1-2 പേരുകൾ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷം കൊണ്ടുവന്ന ആരോപണമാണോ ഇത്? ഇടതുപക്ഷത്തിന് ഏതെങ്കിലും ഈ കേസിൽ ഏതെങ്കിലും ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധമുണ്ടോ? സാധാരണ ഒരു ബന്ധമില്ലെങ്കിലും ഇവർ ഇടതുപക്ഷത്തെ വളച്ചൊടിക്കാനല്ലേ ശ്രമിക്കാറ്. അത്തരത്തിൽ ഒരു സാഹചര്യമില്ലാതെ വനിതകൾ തന്നെ സ്വയം തയ്യാറായി വന്ന് പരാതി കൊടുക്കുന്നു. ഒറ്റ ഗൗരവമായ പ്രശ്നം, 3-3.5 കൊല്ലം മുമ്പ് കോൺഗ്രസിന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശന് കൊടുത്ത പരാതി, ഞാൻ പിതാവിനെ പോലെ സ്നേഹിക്കുന്ന വ്യക്തിക്കാണ് പരാതി കൊടുത്തത് എന്ന് ഇതിലെ യുവനടി പറയുന്നു. ശ്രീ വി ഡി സതീശൻ തന്നെ പറയുന്നു, എനിക്ക് പരാതി കിട്ടി, ഒരു പിതാവ് കൈകാര്യം ചെയ്യുന്നത് പോലെ ഞാൻ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നു. എന്നാൽ ശ്രീ രാഹുൽ മാങ്കൂട്ടിൽ എന്താ പറയുന്നത്? എന്നോട് വി ഡി സതീശൻ ഇതുവരെ ഈ കാര്യങ്ങൾ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നതാണ്. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് ഈ കാണായ പദവികളെല്ലാം കിട്ടുന്നത്. വ്യാജ ID കാർഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും, കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന പരാതിയാണെങ്കിൽ പോലും സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു, MLA സ്ഥാനാർത്ഥിയാകുന്നു, MLA ആകുന്നു. ഈ പദവികളെല്ലാം ഇദ്ദേഹത്തിന് കിട്ടിയത് എന്റെ പരാതിക്ക് ശേഷമാണെന്ന് യുവനടി തന്നെ പറയുന്നു. അപ്പോൾ ഒരു പെൺകുട്ടിയെ അപമാനിച്ച, അപകീർത്തിപ്പെടുത്തിയ, പീഡിപ്പിച്ച പരാതി വന്നാൽ കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നതിന് എന്നതിന് ഇതിലും വലിയ തെളിവ് വേണോ? ഇതിലും വലിയ തെളിവ് വേണ്ടല്ലോ. അപ്പൊ കിട്ടിയ പരാതി പൂഴ്ത്തി വച്ച് ഇതിലെ ഒരു കോ അക്യൂസ്ഡായി കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്നയാളായിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മാറി. ഇന്നലെ ശ്രീ ഷാഫി പറമ്പിലടക്കം ഇതിനെല്ലാം ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇവരെല്ലാം ഒരുമിച്ച് ഏത് ഷർട്ട് ഇടണമെന്നും വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലോചിച്ച് തീരുമാനിക്കുന്നതാണ്, മാറി മാറി ഇടുന്നതാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പുകലാണ് ഇവിടെ കാണിച്ചത്. എത്ര റീലാണ് പുറത്തു വന്നത്. ആ റീല് ഒക്കെ പുറത്തു വന്ന് സോഷ്യൽ മീഡിയ എല്ലാം നന്നായിട്ട് ഉപയോഗിക്കുന്ന ഈ സാഹചര്യത്തിൽ അത്തരത്തിൽ ഉള്ള ഒരാൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബന്ധവുമില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പൊ ഒരുപാട് ചോദ്യശരങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാജിവെച്ച് പുറത്തു പോകുകയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടിൽ അടക്കം ചെയ്യേണ്ടത്. അതുപോലെ ഇതിലെ ഇരകൾ കൃത്യമായി നിയമ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരണം. ഓരോ ദിവസം ഓരോ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് നീതി കിട്ടണമെങ്കിൽ
കോടതി, പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരണം. അതിന് എത്രയും ധൈര്യത്തോടെ തയ്യാറായിട്ട് വരണം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ഒരു ഘട്ടത്തിലും ഇടതുപക്ഷത്തെ ഇതിലേക്ക് ലിങ്ക് ചെയ്യാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ ആകെ പറയുന്നത് ശ്രീ മുകേഷുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. മുകേഷ് എം.എൽ.എ. ആയിരിക്കുമ്പോഴോ ആദ്യം നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോഴോ MP സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോഴോ ഒന്നുമുള്ള പരാതിയല്ല, 11 വർഷം മുമ്പുള്ള പരാതിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇപ്പോഴും ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യവും വ്യത്യസ്തമാണല്ലോ. എത്ര ഇപ്പൊ വിൻസെന്റ്, എൽദോസ് കുന്നപ്പള്ളി, കോൺഗ്രസ് MLA-മാരുടെ ഇതിനു മുമ്പുള്ള പരാതിയുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇത് നിരവധി പെൺകുട്ടികൾ പരാതി കൊടുക്കുന്ന സാഹചര്യം, കേരളത്തിന് പുറത്തുനിന്നുള്ള പെൺകുട്ടികളുടെ പരാതിയും വരുന്ന സാഹചര്യം. ഇപ്പൊ യൂത്ത് KSUവിന്റെ തന്നെ എറണാകുളത്തെ 2 വനിതാ നേതാക്കന്മാർ ഈ ശല്യം സഹിക്കവയ്യാതെ സംഘടനാ പ്രവർത്തനം തന്നെ, പൊളിറ്റിക്സ് തന്നെ വേണ്ടെന്ന് വെച്ച് പോയി എന്ന് യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വോയിസ് മെസ്സേജ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ വോയിസ് മെസ്സേജ് അല്ലേ പുറത്തു വന്നത്. അങ്ങനെ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ CPM-ന്റെ തലയിലേക്ക് വെക്കാനല്ല ശ്രമിക്കേണ്ടത്, BJP-യുടെ തലയിലേക്ക് വെക്കാനല്ല ശ്രമിക്കേണ്ടത്. മറ്റാർക്കും ഇതിൽ ഒരു ഉത്തരവാദിത്വമില്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടിൽ അദ്ദേഹത്തിന്റെ പദവിയും അദ്ദേഹത്തിന്റെ അധികാരവും ഭരണഘടനാപരമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു വ്യക്തി എല്ലാ തരത്തിലുള്ള നിയമവ്യവസ്ഥയും വെല്ലുവിളിച്ച് ഇത്തരത്തിൽ ഏറ്റവും തെറ്റായ പ്രവണതകൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ് നാം കണ്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം നശിച്ച പെൺകുട്ടികൾ രംഗത്ത് വരുന്നു. ഒരു കാര്യം ഇവിടെ നമ്മൾ എല്ലാവരുടെയും മുന്നിലുണ്ടല്ലോ, ഒരു ഗർഭപാത്രത്തിൽ വളർന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള പ്രേരണ വന്നിട്ടുണ്ട്. എനിക്ക് തന്നെ കൊല്ലാൻ നിമിഷങ്ങൾ മതി എന്ന് വരെ പറഞ്ഞ് കൊലപാതക ഭീഷണി വരെ ഇതിലുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അബോർഷൻ നടന്നിരിക്കുന്നത്. അപ്പൊ അതിൽ BNS 89 പ്രകാരം ഗുരുതരമായിട്ടുള്ള കുറ്റം നടന്നിട്ടുണ്ട്. അപ്പൊ അത് അന്വേഷിക്കണം പോലീസിന്, അത് കണ്ടെത്തണം. ആദ്യം ഇരയെയാണ് കണ്ടെത്തേണ്ടത്. ആരുടെ സമ്മർദ്ദത്താലാണ്, എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്തത് എന്ന്. ഇപ്പൊ പ്രഗ്നൻസി ടെർമിനേഷൻ ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഒന്നുകിൽ മാതാവിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കുട്ടിയുടെ ജീവനെ ബാധിക്കുന്ന പ്രശ്നം ഉണ്ടാവണം, അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഹൈക്കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങളുടെ അനുവാദം വേണം. അപ്പൊ ഈ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം, അതുകൊണ്ടാണ് വനിതാ കമ്മീഷൻ അടക്കം നേരിട്ട് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ ഉള്ളപ്പോ പുകമറ സൃഷ്ടിച്ച് രക്ഷപ്പെടാനും അദ്ദേഹത്തെ നന്നായി വൈറ്റ് വാഷ് ചെയ്യാനും ചില ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കേരളത്തിലെ ജനതയ്ക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ദേശീയ തലത്തിൽ തന്നെ ഇത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് CPM രാജി ആവശ്യപ്പെട്ടില്ല എന്ന തരത്തിലൊന്നും ചിത്രീകരിക്കേണ്ട. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അതിശക്തമായി ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. DYFI വലിയ തരത്തിൽ പ്രക്ഷോഭത്തിലാണ്, ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഇത് കോൺഗ്രസ് തന്നെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടെടുത്ത് പോകുന്ന ഒരു സാഹചര്യം പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമാണ്.